എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണക്കമീൻ തേങ്ങ അരച്ച് ചാറ് വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇത് ഉണക്ക അയിലയാണ്. 2 എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയ അയില. ഇതിലിടാനുള്ള പച്ചമുളക്, ഒരു കഷ്ണം കൊടംപുളി, ഇത് കറിവേപ്പില, ഇതിന് ചേർക്കാനുള്ള മഞ്ഞളും തേങ്ങയും മുളക് പൊടി അരക്കുകയില്ല. പിന്നെ ഇത് കടുക് വറക്കാനുള്ള ഉള്ളി അരിഞ്ഞതും കടുക് വറക്കുമ്പം ഇടാനുള്ള മുളക് പൊടിയാണ്. അന്നേരം തേങ്ങ അരച്ച കറിക്ക് അതിനൊരു നല്ലൊരു ഭംഗിയാണ് മുളക് പൊടി ഇങ്ങനെ കിടക്കുന്ന കാണാൻ. അതും പിന്നെ വെളിച്ചെണ്ണ, പിന്നെ കടുക്, ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ കൂട്ടുകൾ. അത് എല്ലാം കൂടി നമ്മൾ ഇട്ട് ഗ്യാസിൽ വയ്ക്കാവേ. അത് ചേരുവയെല്ലാം കൂടി ചേർത്ത് ഇത് ഗ്യാസിൽ വയ്ക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്, കുടംപുളി ഇട്ട്, പച്ചമുളക് ഇട്ട്, കരിവേപ്പില ഇട്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കട്ടെ. ഉണക്കമീൻ ഇതുപോലെ വെന്ത് പറ്റാറായപ്പോൾ അരപ്പങ്ങോട്ട് ഒഴിക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് അത് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് കടുക്, ചുമന്നുള്ളി വറക്കാൻ വെച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇത്രയും മുളക് പൊടി കുറച്ച് എടുത്ത് ഇതിനകത്തോട്ടിടണം. അപ്പോൾ വറ്റൽമുളക് അഡീഷണലായിട്ട് അതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇട്ട് കഴിയുമ്പം കറിക്ക് ഒരു ചുമപ്പ് കളർ വരരുത്, എന്നാൽ കറിയുടെ മുകളിൽ നേരി ലൈനായിട്ട് ചുമപ്പ് കളറ് കിടക്കുന്ന കാണാം. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഉണക്കമീനായതുകൊണ്ട് ഉപ്പിൻ്റെ അധികം ആവശ്യമില്ല. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നേരി ഉപ്പിടുക. മീൻ വെന്ത് കടുക് വറുത്ത് ഇതിലേക്കിട്ട് ഇത് ഉണക്കമീൻ റെഡിയായി. ഇനി ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പോടെ ആഡ് ചെയ്താൽ മതി. വറ്റൽമുളക് ഇടാതെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം കറിയുടെ മുകളിൽക്കൂടെ ഒരു ചെറിയ ചുമപ്പ് കളറുകൾ വരും. എന്നാൽ കറിക്ക് നല്ല മഞ്ഞ കളറുമാണ്. അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.